നമസ്കാരം. അതിവേഗ യാത്രയുടെ ഭാവിയെ തന്നെ പുനർനിർവചിക്കാൻ പോകുന്ന ഗതാഗത സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ്. 2012 ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ വൻ കമ്പനികളുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ആണ് ഇത്തരമൊരു അതിവേഗ ഗതാഗത സംവിധാനത്തെ സംബന്ധിച്ച ആശയം ആദ്യമായി ഉരുത്തിരിച്ചെടുത്തത്. ഗതാഗതത്തിനുള്ള 5ാമത്തെ രീതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മസ്ക് തന്റെ മനസ്സിലുള്ള ഈ ആശയം അവതരിപ്പിച്ചത്. അന്നു മുതൽ 2013 വരെ ടെസ്ലയിലെയും സ്പേസ് എക്സിലെയും എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 2020 നവംബറിൽ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഹൈപ്പർ ലൂപ്പിന്റെ ആദ്യ പരീക്ഷണം നടക്കുകയുണ്ടായി. വെർജിൻ ഹൈപ്പർ ലൂപ്പ് കമ്പനി തങ്ങളുടെ 2 ജീവനക്കാരെ പങ്കെടുപ്പിച്ചാണ് ആ പരീക്ഷണം നടത്തിയത്. ഈ ഗതാഗത സംവിധാനം ഇന്ന് നിലവിലുള്ള മറ്റ് യാത്രാമാർഗങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. ഹൈപ്പർ ലൂപ്പ് യാത്രാ സംവിധാനത്തിൽ ക്യാപ്സ്യൂളുകൾക്കുള്ളിലാകും യാത്രക്കാരുടെ സ്ഥാനം. വായു നീക്കം ചെയ്ത ഭീമൻ കുടലിനുള്ളിലൂടെ ട്രെയിനിന്റെ ബോഗി പോലെയോ പേടകം പോലെയോ ഉള്ള പോഡുകൾ അഥവാ ക്യാപ്സ്യൂളുകൾ കാന്തിക ശക്തിയുടെയും കംപ്രസറിന്റെയും സഹായത്താൽ സഞ്ചരിക്കുന്നു. ട്രെയിനിന്റെ കാര്യത്തിൽ ബോഗികൾ കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹൈപ്പർ ലൂപ്പിൽ ക്യാപ്സ്യൂളുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുകയില്ല. മാത്രവുമല്ല, ഇത്തരം ക്യാപ്സ്യൂളുകൾക്ക് ചക്രങ്ങളും ഉണ്ടാവില്ല. ഇവ സഞ്ചരിക്കുന്ന ട്യൂബിനുള്ളിൽ നിലത്തു തൊടാത്ത വിധത്തിലാകും ഹൈപ്പർ ലൂപ്പ് ക്യാപ്സ്യൂളുകൾ നീങ്ങുക. 11 അടിയോളം വ്യാസമാണ് ഈ ക്യാപ്സ്യൂളുകൾ സഞ്ചരിക്കുന്ന ട്യൂബുകൾക്കുണ്ടാവുക. ഇത്തരം ട്യൂബുകൾക്കുള്ളിലെ കുറഞ്ഞ വായുമർദ്ദത്താൽ ഘർഷണം ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ കുഴലിലൂടെ മണിക്കൂറിൽ 1200 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകും. ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിനായുള്ള ട്യൂബുകൾ ഭൂമിക്കടിയിലൂടെയോ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ തൂണുകളിലൂടെയോ ആണ് സ്ഥാപിക്കപ്പെടുക. മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ കാന്തിക പ്ലവന ശക്തിയാലാണ് ഇത്തരം ക്യാപ്സ്യൂളുകൾ ട്രാക്കിൽ നിന്ന് ഉയർന്ന് സഞ്ചരിക്കുന്നത്. ഇന്ന് ഈ സാങ്കേതിക വിദ്യ ചൈനയിലും ജർമ്മനിയിലും പ്രായോഗികമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ദീർഘദൂര അതിവേഗ യാത്രയ്ക്കായി വ്യോമയാത്രാ മാർഗങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ ഹൈപ്പർ ലൂപ്പ് സംവിധാനം വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിലാണ് യാത്ര സാധ്യമാക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ ഹൈപ്പർ ലൂപ്പ് ഗതാഗത സംവിധാനത്തെ സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഇന്ത്യയും ഈ രംഗത്തെ പരീക്ഷണങ്ങളിലേക്ക് തിരിയുകയുണ്ടായി. ഇന്ത്യയുടെ ആ നീക്കങ്ങളുടെ ആദ്യപടികൾ വിജയഫലത്തിൽ എത്തിയതിന്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ലോകം തികച്ചും അതിശയത്തോടെ കാണുന്ന ഈ നൂതന യാത്രാ സംവിധാനം ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന ബെംലൂമും മദ്രാസ് IITയിൽ രൂപീകരിച്ചിരിക്കുന്ന ഡീപ് ടെക് സ്റ്റാർട്ടപ്പായ ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പും ചേർന്നാണ് രാജ്യത്ത് ഈ പദ്ധതി നടപ്പാക്കുക. ഇതിനായുള്ള ധാരണാപത്രത്തിൽ ബെംലൂമും ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പും ഇക്കഴിഞ്ഞ ദിവസം ഒപ്പുവെക്കുകയുണ്ടായി. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിച്ചാണ് രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. 3 വർഷം മുമ്പ് തന്നെ ഈ പദ്ധതിക്ക് മഹാരാഷ്ട്ര സർക്കാർ അംഗീകാരം നൽകുകയുണ്ടായി. പദ്ധതിയുടെ വരവോടെ നിലവിൽ 3 മണിക്കൂറോളം വേണ്ടിവരുന്ന മുംബൈ പൂനെ യാത്രാ സമയം വെറും 25 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഈ യാത്രാ സംവിധാനത്തിന്റെ വരവോടെ സാധിക്കും. ഈ പദ്ധതിക്കായുള്ള സംവിധാനങ്ങൾ വെർജിൻ ഹൈപ്പർ ലൂപ്പ് 1 ആണ് നിർമ്മിക്കുക. മുംബൈ പൂനെയ്ക്ക് പുറമെ ചെന്നൈ ബംഗളൂരു പാതയും ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. അടുത്തിടെ മദ്രാസ് IIT ക്യാമ്പസിലെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണയോട്ടം വിജയകരമായി സാധ്യമാക്കുകയുണ്ടായി. 422 മീറ്റർ നീളത്തിലാണ് രാജ്യത്ത് പരീക്ഷണാർത്ഥം ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത ഒരുക്കിയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ ലൂപ്പ് പാതയാണ് പരീക്ഷണാർത്ഥം മദ്രാസ് IITയിൽ സാധ്യമാക്കിയതെന്നാണ് ഇതോടനുബന്ധിച്ച വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ റെയിൽവേയും മദ്രാസ് IIT വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ഗവേഷക സംഘവും സ്റ്റാർട്ടപ്പായ ട്യൂട്ടറും കൈകോർത്താണ് ഈ അതിനൂതന സാങ്കേതിക വികസനത്തിന് വഴിയൊരുക്കിയത്. ഇപ്പോഴിതാ ബെംലൂമും ഈ സംരംഭത്തിന്റെ പങ്കാളിയായിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാതയ്ക്ക് ആവശ്യമായ ഇലക്ട്രോണിക് ഭാഗങ്ങൾ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിക്കുക. ഈ പദ്ധതിക്ക് എഞ്ചിനീയറിംഗ് സാങ്കേതിക സംവിധാനം ഒരുക്കുക എന്നതാണ് ബെംലിന്റെ പ്രധാന ഉത്തരവാദിത്തം. രാജ്യത്തെ പ്രതിരോധ രംഗത്തും റെയിൽവേ ഗതാഗത രംഗത്തും ഒട്ടനേകം സംഭാവനകൾ നൽകിയിട്ടുള്ള ബെംലിന് കോലാർ ഗോൾഡ് ഫീൽഡ്സ്
ബംഗളൂരു, മൈസൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്ലാന്റുകളുണ്ട്. പാലക്കാട് കഞ്ചിക്കോട്ടാണ് ബെമിലിന്റെ കേരളത്തിലെ ഏക പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച കാര്യക്ഷമതയും സാങ്കേതിക വിദ്യയും സ്വന്തമായുള്ള ഈ കമ്പനി ഇന്ത്യയിൽ ഡ്രൈവറില്ലാത്ത മെട്രോ ട്രെയിനും രാജ്യാന്തര നിലവാരത്തിലുള്ള വന്ദേ ഭാരത് സ്ലീപ്പറും നിർമ്മിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്തിനായി 2 ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലാണ് ബെംലിൻ. ഇതിനു പിന്നാലെയാണ് ഹൈപ്പർലൂപ്പ് പദ്ധതിയിലേക്കും ഈ കമ്പനി കടന്നിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.